കറിയൊന്നുമില്ല മോളെ. ചിക്കൻ കറി മീൻ പൊരിച്ചതിലും ഉണ്ടാടാ. കൊറേ സമ്പാദിച്ചു വെച്ചിട്ടില്ലേ പണ്ട് 3 നേരത്തെ തിന്നാൻ വേണ്ടിട്ട്. ഇതന്നെ കിട്ടുന്ന എന്താ കാര്യം എത്തുന്നത്? എന്റെ അവനാണ് കഷ്ടപ്പെട്ടിട്ട് അതൊന്നും ഉണ്ടാക്കി കൂട്ടാൻ വേണ്ടിട്ട്. നീ എന്താക്കുന്നടാ? ചിക്കൻ ഉണ്ട്. ചിക്കൻ പൊടിച്ചപ്പോ മീൻ എന്താക്കുന്ന രണ്ടും കൂടിട്ട് കൊടുത്തു. കൊറേ കറി വേണമല്ലോ ചേട്ടാക്കും, എന്നാലേ ഇറങ്ങോലും. ഒന്നും കുടിക്കുന്നില്ല അവിടെ നില വെച്ചിട്ട്. ഓ പിന്നെ 2 നേരം തിന്നാൻ ഭാഗ്യം. അതും പട്ടിണിക്കിടാന്ന് അറിയോ? നാട്ടുകാർ പറയണ്ടെന്ന് വെച്ചിട്ട് ഞാനൊരു സാമൂഹ്യ പ്രവർത്തനമായിപ്പോയി മിണ്ടാതെ എന്തിനു കിടന്നാൽ മതിയോ? ബാട്ടാ ചൂടല്ലേ, ഞാൻ കുറച്ച് ചൂട്ടാക്കിട്ടുണ്ട് കുടിക്കാൻ. ആപ്പിളല്ലേ? നാരായണിയമ്മേ, നാരായണിയമ്മേ, ഇവിടെ ആരും ഇല്ലേപ്പാ? നാരായണിയമ്മേ, എവിടെപ്പ വാതിലും തുറന്നിട്ട് എല്ലാരും പോയിന്? നാരായണിയമ്മേ, നാരായണിയമ്മേ. നാരായണൻ ഉണ്ടായിനാടാ? അതെ, നാരായണിയമ്മടിയുള്ളത്. അപ്പൊ ഞാൻ നാരായണിയമ്മേനത് കൊടുത്തിട്ട് വന്നിട്ട് നാരായണന്റെ എഴുതാ. നാരായണിയമ്മേ, ഞാൻ നിങ്ങളെ പെൻഷൻ പണം കൊണ്ട് വന്നത്. ഇതെന്തത് വെറും കൊട്ടപ്പാലം അങ്ങനെ കിടന്നെന്തോ കൊണ്ട് പിരിച്ചിട്ട് കിടന്നൂടെ? അത് നനക്കൊന്നും വെള്ളമില്ല മോളെ, അങ്ങനെ ഇങ്ങനെ കിടന്നു. സുഖമല്ല നാരായണിയമ്മേ? സുഖം മോളെ, സുഖം. ഈ വയസ്സാം കാലത്ത് എന്തിനു കരയുന്നെന്തിന്? നിങ്ങൾ ഇങ്ങനെ കരയല്ല നാരായണിയമ്മേ, നിങ്ങൾക്ക് ഇവിടെ നല്ല സുഖമല്ലേ? നിങ്ങളെ മോനും മരുമോളും എത്ര നന്നായിട്ട് നിങ്ങളെ നോക്കുന്നുണ്ട്. നോക്കുന്നുണ്ട് മോളെ, ആ കാര്യമൊന്നും പറയണ്ട. ഒന്നും പറയാൻ കേൾക്കുന്നുണ്ട്. നിങ്ങളെ മോൻ എല്ലാരടുത്തും പറയുന്നുണ്ടല്ലോ അങ്ങനെ, ഞാൻ എന്റെ അച്ഛനമ്മനെ നന്നായിട്ട് നോക്കുന്നുണ്ടെന്ന്. നിങ്ങൾക്ക് അറിയാല്ലേ ഇങ്ങനെ? കഴിയുന്നില്ല മോളെ ഇപ്പൊ. അതെല്ലാം ശരിയാവും നാരായണിയമ്മേ. എന്നാ ഞാൻ പോട്ടാ, കൊറേ കിലോ കൊടുക്കാനുണ്ട് നാരായണിയമ്മേ. അയ്യോ വേണ്ട, എനിക്ക് ഒന്നും വാങ്ങിച്ചൂടാ നാരായണിയമ്മേ, വേണ്ട. അല്ല വിഷു അല്ലേ മോളെ, അടുത്ത കൊല്ലം വിഷു ആകുമ്പോഴേക്ക് ഞാൻ ഇല്ലെങ്കിലോ. ഓ അങ്ങനെ ഒന്നും പറയാതെ നാരായണിയമ്മേ, ഒന്നും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ അങ്ങനെ കരയല്ല. ഞാൻ എന്നാ പോട്ടാ എന്നാല്. നാരായണ എന്നിട്ട് ഇങ്ങനെ ബേജാറോടെ ഇരിക്കുന്ന എന്തിനീ ജീവിതം തന്നെ തോന്നുന്നു മോളെ. ഭൂമിക്കും വീട്ടുകാർക്ക് ഒരു ഭാരമായിട്ട്. അങ്ങനെയൊന്നും പറയാതെ നാരായണ. ഇങ്ങനെ വേവലാതി ഒന്നും പറയാതെ നാരായണ. നാരായണ പെൻഷൻ വേണം. പോട്ടെ നാരായണ. വേണ്ട നാരായണ, വേണ്ട. എന്നാ ഞാൻ പോകുന്ന നാരായണ, കൊറേ ദിക്കില് പോവാനുണ്ട്. അമ്മേ, വിഷുവിലായില്ലേ? കുറച്ച് സാധനം മേടിക്കണ്ടേ? വെടി മേടിക്കണം, കുറച്ച് ഡ്രസ്സ് മേടിക്കണം. എനിക്ക് ആക്കണ്ടേ ഇപ്പൊ? അതന്നെ ഓർക്കൊന്നും ഇപ്പൊ പണിയും കുറവ്, പൈസയും ഇല്ല കൈമ. ഇപ്പൊ വരുന്ന കറി തീരുമാനിച്ചിട്ടുണ്ടാ. ഇതാ മോനെ, ഇതിനെ കൊണ്ട് അച്ഛനൊരു ഷർട്ടും മുണ്ടും മേടിക്കണം, എനിക്കൊരു സെറ്റ് മുണ്ടും മേടിക്കണം. ബാക്കിയിലെ പൈസ നീ എടുത്തോ, നിങ്ങൾ എന്ത് വേണമെങ്കിലും മേടിച്ചോ കേട്ടാ. മായേ ഇങ്ങോട്ട് വന്നേ. തഹ പറയുന്ന കേട്ടോ, സെറ്റ് സാരി മേടിക്കണല്ലോ, മുണ്ടും കുപ്പായ മേടിക്കണല്ലോ അച്ഛന്. ഈ പൈസ കൊണ്ട് കിടന്ന കടപ്പിന് 2 അടിക്കാൻ കഴിയുന്നില്ല, പിന്നെ ഏടെ പോകുമ്പോ എടുക്കാൻ വേണ്ടി. അല്ല പിന്നെ പഴയ കൊണ്ട് ഇടാൻ അറിയാറ്റില്ല, വേണ്ടാത്തിട്ട് പിന്നല്ലാതെ. അവിടെ വിളിച്ചോണ്ടിരിക്ക്. കൊറേ പൈസയായി. അതെ, 4-5 കൊല്ലായില്ലേ കുഞ്ഞോളം മംഗലം കഴിഞ്ഞിട്ട്. ഇത്രോളൊരു കുഞ്ഞിക്കാലി കാണാൻ കഴിഞ്ഞോ നമുക്ക്? എന്താണ് എല്ലാം പ്രശ്നങ്ങൾ.
നോക്കണം. കൺഫ്യൂഷൻ നമ്മളെ കുറിച്ചിട്ട് തന്നെ തോന്നുന്നു പറയുന്നത്. നോക്കാൻ കഴിഞ്ഞില്ല. ഇതെന്റെ ഷാള്. ഇത് വിഷുവിന് കണി നോക്കാൻ പോകുമ്പോഴാണ് നല്ല ഏത് പെയിന്റ്. ഇത് കാട്ടിനെ ഇതിന്റെ മുട്ടല്ലേ അവിടെ വെക്കരുത്, മണ്ണ് വെക്കണ്ട. നോക്കുമ്പോഴല്ലേ കണിക്കിട്ടായിട്ട് അങ്ങോട്ട് പോകുമ്പോ ഇത് ഷർട്ട് എടുക്കണ്ടേ? അതെടുക്കാനപ്പോ നോക്കി എടുക്കാനില്ല നല്ലത്. നാളെ ചോദിച്ച മുട്ട അപ്പൊ ഇത് കവറിലിട്ട് വെച്ചിട്ട് ഞാനത് കൊണ്ടുവെക്കുന്നില്ലേ. അതിനകത്ത് ഞാൻ കുളിച്ചിട്ട് ചെയ്തിട്ടാ. എനിക്ക് മറക്കുന്ന പണിയാടില്ല, എനിക്ക് തുറന്നിക്കറ നിങ്ങളുടെ ഞാൻ തുറക്കാൻ നോക്കട്ടെ. എനിക്ക് കഴിയുന്നില്ല, അത് കൈ പൊളിഞ്ഞു. ആരെങ്കിലും ഉണ്ടോ നോക്കുന്നു ഞാൻ. അവിടെ നിൽക്കേ എടാ ദുഷ്ട, നിന്നെയും നിന്റെ ഭാര്യയും വീഴ്ത്തിയത് ഞാൻ തന്നെ. നീയും ഭാര്യയും നിന്റെ അച്ഛനമ്മ കുറെ ദ്രോഹിച്ചില്ലേ? ഇനി ഇത് ആവർത്തിച്ചാൽ അടുത്ത വിഷുവിന് നിന്നെ കൊണ്ടേ പോവും. ഞാനപ്പുറത്ത് ഉറങ്ങുന്ന സൗണ്ട് എടുത്ത് കൊണ്ടിരുന്നു. അമ്മേ, അമ്മേ, ഇന്ന് വിഷുവല്ലേ? അമ്മ അമ്പലത്തിൽ പോയി പ്രസാദം വാങ്ങി വരൂ. എങ്ങനെ പോവാനാ ഭഗവാനെ, ഞാൻ ഇവിടെ തളർന്ന് കിടക്കല്ലേ. അത് സാരമില്ല, അമ്മ അമ്പലത്തിൽ പോയി വരൂ. ഭഗവാനെ കൃഷ്ണ, ഇപ്പൊ ഞാൻ കണ്ടത് സ്വപ്നോ? ഭഗവാനെ മോനെ, മോനെ അമ്മേ, എന്നോട് മാപ്പാക്കണം. ഞാൻ നിങ്ങളോട് ഒരുപാട് നല്ല പെരുമാറി. ഇനി അങ്ങനെയൊന്നും ഉണ്ടായില്ല. അതിലെ ശിക്ഷ എനിക്ക് കിട്ടി, ഓക്കും കിട്ടി. മായേ, നിങ്ങളോട് വാ. ഇനി മേലെ അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടിയില്ല രണ്ടാക്കും. കിട്ടിയ അച്ഛനമ്മ ചെയ്തേ. സാരമില്ല.